അദ്ദേഹം വളരെ ആഗ്രഹത്തോടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പാലിച്ച് അദ്ദേഹം ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ പങ്കെടുത്തതാണ്. പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഭൂപ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു വീട് എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ആ വീട്ടിൽ അദ്ദേഹം ഉറങ്ങി എത്രയോ നാളുകൾ. ആ വീട്ടിൽ അദ്ദേഹം വിശ്രമിച്ചു അധിക നാളുകൾ. അതിനുശേഷം അതിൻ്റെ ഉമ്മറത്ത് ചേതനയേറ്റ ശരീരം ആ, ആ, പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങി, സുഹൃത്തുക്കളുടെ ആ, ആ, കണ്ണീർ പൂക്കൾ ഏറ്റുവാങ്ങി, അശ്രുപൂജകൾ ഏറ്റുവാങ്ങി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രീനിയേട്ട എന്നുള്ള വിളി ഏറ്റുവാങ്ങി. അങ്ങനെ മലയാളികളുടെ ആ, എപ്പോഴും എല്ലാ കാലത്തും മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവരെ ഒരിക്കലും മറക്കില്ല പ്രിയപ്പെട്ട ശ്രീനിവാസനെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകൾ അവരവരുടെ വീടുകളിലിരുന്ന് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ യാത്രയയക്കുകയാണ്. ഇനി മടങ്ങിവരവില്ലാത്ത ഒരു യാത്ര. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ചില ഗാനങ്ങളൊക്കെ തിരികെ ഞാൻ വരുമെന്ന വാക്കു കേൾക്കാൻ എന്ന് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരു മനോഹരമായ ഗാനമുണ്ട്. ആ ഗാനമൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തു പോവുകയാണ്, അല്ലെങ്കിൽ അത് പാടിപ്പോവുകയാണ്, മനസ്സിലെങ്കിലും അത് മൂളിപ്പോവുകയാണ്. അങ്ങനെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ ഇനി ആ നാട് കാത്തിരിക്കില്ല. ഒരു പക്ഷേ ഉദയംപേരൂർ അതിനടുത്തുള്ള കണ്ടനാട് എന്ന ആ ഗ്രാമം ഒരു പക്ഷേ ആ സിനിമയുടെ ഇപ്പോഴത്തെ മുഹൂർത്തം അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. അത്തരം കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് വെച്ചിരിക്കുകയാണ്. കണ്ടനാട് അദ്ദേഹത്തിൻ്റെ ഏറെക്കാലമായ അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയാണ് കണ്ടനാട്. ആ കണ്ടനാടെ വീട്ടുവളപ്പിൽ തയ്യാറാക്കിയ ചിതയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. ഇനി അവിടെ ഏതാനും നിമിഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചെറിയ കർമ്മങ്ങളും പോലീസിൻ്റെയും ഗാർഡ് ഓഫ് ഓണറും അത് ഏറ്റുവാങ്ങി അദ്ദേഹം പോവുകയാണ്. നമ്മളുടെ അരികിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം എന്നേക്കുമായി മറയുകയാണ്. തിരികെ ഞാൻ വരുമെന്ന വാക്ക് കേൾക്കാൻ കാത്തിരിക്കുന്ന നാട്ടുകാർക്ക് കണ്ണീരാണ് ഇനി ബാക്കി. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കണ്ണീരാണ് ഇനി ബാക്കി. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് കണ്ണീരാണ് ഇനി ബാക്കി. ഓർമ്മകളാണ് ഇനി ബാക്കി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സജീവമായ ഓർമ്മകളിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാത്രം അദ്ദേഹത്തിൻ്റെ സിനിമകൾ മലയാളിക്ക് എക്കാലവും ഓർമ്മയായിരിക്കുമെങ്കിൽ അദ്ദേഹവുമായുള്ള ഈ ജീവിതമായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓർമ്മകളാകുന്നത്. ആ ഓർമ്മകൾ ബാക്കിയാക്കി അദ്ദേഹം നമ്മളുടെ കൂടെയുണ്ട്. ഇന്നലെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ അമ്മയോട് അച്ഛനെങ്ങും പോയിട്ടില്ല അമ്മേ എന്ന് ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. നമ്മളുടെ കൂടെയുണ്ട് എന്നാണ് വിനീത് ശ്രീനിവാസൻ അമ്മയോട് പറഞ്ഞത്. അപ്പോൾ ധ്യാനും വിനീതും അവരുടെ അമ്മയോട് പറഞ്ഞതുപോലെ ശ്രീനിവാസൻ അവരുടെ പിതാവ് എങ്ങും പോയിട്ടില്ല, അവരുടെ കൂടെ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്ന പോലെ മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ എങ്ങും പോയിട്ടില്ല, നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമുക്കും വിശ്വസിക്കാം, നമുക്കും അങ്ങനെ പ്രതീക്ഷിക്കാം, അങ്ങനെ ആഗ്രഹിക്കാം. ആ ഓർമ്മകളായിരിക്കും ഇനി നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ബാക്കിയാവുക. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവരുടെ കൂടെ ഒരു സാന്നിധ്യമായി, അവരുടെ നേരിട്ട് കാണാൻ കഴിയാത്ത പക്ഷേ ഒരു സജീവ സാന്നിധ്യമായി അവരുടെ കൂടെ, അവരുടെ ജീവിതത്തിൻ്റെ തുടർ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, ഭൗതിക സാന്നിധ്യം അല്ലെങ്കിൽ പോലും ഉണ്ട് എന്നവർ ആഗ്രഹിച്ച് അങ്ങനെയായിരിക്കും അവരിനിയും സമാധാനിക്കുക. സാധാരണ ജീവിതത്തിലേക്ക് അവരൊക്കെ എങ്ങനെ എപ്പോൾ തിരികെ എത്തുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അത് അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അങ്ങനെ അവർക്കൊരു പക്ഷേ അതൊക്കെ അതിനെയൊക്കെ മറക്കാൻ കഴിയില്ല. പക്ഷേ അതിനെയൊക്കെ മാറ്റിവെച്ച് അവർക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടി വരും. അവർക്കതിന് കഴിയട്ടെ എന്നാണ് ഇവിടെ എത്തിയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അവർക്കതിന് കഴിയുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ചിതയിലേക്ക് അഗ്നിജ്വാലകൾ പകരുകയാണ്. അതിന് കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ആ ചിതയ്ക്ക് ചുറ്റും കൂടി നിൽക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് ആ ചിതയിലേക്ക് അഗ്നി പകരുക എന്നത് മാത്രമാണ്. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറിൻ്റെ ഒരു ഘട്ടം ബാക്കിയുണ്ട്. അത് ചിതയ്ക്ക് സമീപമായിരിക്കും അവരത് ചെയ്യുന്നത് എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അത് അല്പസമയത്തിനകം അതും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കണ്ടനാട് എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമം അക്ഷരാർത്ഥത്തിൽ ശ്രീനിവാസൻ്റെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റുപാടും പരിസര പ്രദേശങ്ങളിലും ആകെ ആ ഗ്രാമം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഗ്രാമത്തിലെ ഓരോ വീട്ടിൽ നിന്നുമുള്ള ഓരോരുത്തരെങ്കിലും ആ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വീട്ടിലും വീടിൻ്റെ പരിസരത്തും ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ
നിറഞ്ഞു തൂവുന്ന മിഴികളാണ് ഇവിടെ സാക്ഷിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ചിതയിലേക്ക് അവരഗ്നി പകരുന്നതിനൊപ്പം അവരുടെ കണ്ണീരും അതിലേക്ക് പകരുകയാണ്. അപ്പോൾ അവർക്ക് വിട നൽകാൻ കഴിയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സന്തത സഹചാരികളായ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായവരൊക്കെ ഇവിടെ കരച്ചിലടക്കാൻ പാടുപെടുകയോ അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട അലമുറയിടുന്നതോ ഒക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ മുതൽ നമ്മൾ ഈ വീട്ടിൽ രാവിലെ ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ഈ വീട്ടിൽ വന്നതാണ്. അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമ്മളുണ്ടായിരുന്നു. ആ സമയം തുടങ്ങി ഇതാ ഈ പകലിൻ്റെ പാതി എത്തുമ്പോൾ 11 മണിയിലേക്കൊക്കെ അല്ലെ 11 മണിയൊക്കെ കഴിയുമ്പോഴും ആ കാഴ്ചകൾക്ക് തുടർച്ച അങ്ങനെ തന്നെയാണ്. നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അലമുറയിടുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ട് കരയുന്ന മക്കളെയും ഭാര്യയും ബന്ധുക്കളെയും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ചിതയിൽ ആ കർമ്മങ്ങൾ, അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ, ഭൗതിക ശരീരം അഗ്നി ഏറ്റുവാങ്ങുന്നതിന് മുമ്പുള്ള അവസാന കർമ്മങ്ങൾ അവിടെ തുടരുകയാണ്. കണ്ടനാട്ടെ വീടിൻ്റെ പരിസരം ആകെ ജനസാഗരമാണ്, ജനനിബിഡമാണ്. അവരുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ കാണാൻ ഇവിടേക്ക് എത്തിയ, രാവിലെ തൊട്ട് ഇവിടേക്ക് എത്തിയ മനുഷ്യരാരും ഇവിടെ നിന്ന് മടങ്ങിയിട്ടില്ല. അവരൊക്കെ ഈ വീട്ടിൽ ഇപ്പോഴും തുടരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അഗ്നിയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആ ചിതയിൽ ഏറ്റുവാങ്ങുന്നതിന് മുമ്പുള്ള ഏതാനും ആചാരപരമായ കർമ്മങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മൂത്ത മകൻ വിനീത് ശ്രീനിവാസൻ ആ കർമ്മങ്ങൾ ചെയ്തു പൂർത്തിയാവുകയാണ്. നേരത്തെ പരേതാത്മാവിന് ആത്മശാന്തി നേരുന്ന മന്ത്രങ്ങൾ ഈ വീടിൻ്റെ പരിസരത്താകെ മുഴങ്ങിയിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം ഇവിടെ എല്ലാവരും ഏറ്റുചൊല്ലി. ശാന്തി മന്ത്രങ്ങൾ മുഴങ്ങി. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ശാന്തി മന്ത്രം മുഴങ്ങി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് കൊണ്ടുപോയി. ചിതയിൽ അത് കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി അഗ്നി പകരാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നമ്മൾ വിനീത് ശ്രീനിവാസനെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്ന മൂത്ത മകൻ ഇവിടെ വിനീത് ശ്രീനിവാസൻ നമ്മളുടെ കണ്ണുകളിൽ നിന്ന് മറയുന്നതേയില്ല. കാഴ്ചകൾ നമുക്ക് മറക്കാനേ കഴിയുന്നതല്ല. ആ കാഴ്ചകൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമ്മൾ ആ മക്കളുടെ മുഖഭാവങ്ങളിൽ കാണുകയാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ചിതയിലേക്ക് വെച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.